നാലാമത്തെ മത്സരത്തിന്റെ വിജയികളായിരിക്കുന്നു. നാലാമത്തെ മത്സരത്തിൽ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു കൾച്ചറൽ ആക്ടിവിറ്റീസ് ഡേ ആയിരുന്നേ. ഫസ്റ്റ് തന്നെ വടംവലി ഉണ്ടായിരുന്നു. ഒരു ഓണം മൂടാണല്ലോ. പ്രവാസികളുടെ ഓണം സെലിബ്രേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കൈരളിയുടെ വടംവലി സെലിബ്രേഷൻ ആയിരുന്നേ. അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെ വടംവലി ഉണ്ടായിരുന്നു. മോള് കുറച്ചുകൂടെ സോഷ്യൽ ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോയി ഇരുന്ന് കളിച്ചോടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കും. പിന്നെ അങ്ങ് ഓടാനും പറക്കാനൊക്കെ തുടങ്ങും. എന്നാലും ലേഡീസിൻ്റെ വടംവലി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തോക്കും. സൂപ്പറാണ്. ഒരു എനർജിയൊക്കെ വരും. അതുവരെ ഇങ്ങനെ തുടങ്ങുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പിരിറ്റ് അങ്ങ് കയറും. നല്ല രസമുണ്ടായിരുന്നു. എൻജോയ്ഡ്. കപ്പ് കിട്ടിയത് ഈ ടീമിനാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു കുറച്ച് ട്രെയിൻഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗർബ ഫെസ്റ്റിവലിന് പോയി. സോഷ്യ ക്ലബിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്ത്. മോൾക്കും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വെറുതെ ഈ ഒരു കോൽക്കളിയാന്ന് ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് അങ്ങനെയല്ല. അതിനൊരു താളം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടായിരുന്നു, കിട്ടിയില്ല. പിന്നെ പറഞ്ഞു തന്നപ്പോൾ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോഴേക്കും ഏകദേശം ടയേർഡാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റിലോട്ടൊക്കെയാണ് എനിക്കതിൻ്റെ ഒരു ബീറ്റ്സ് കിട്ടിയത്. പിന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ല പാട്ടും പിന്നെ എല്ലാവരും നല്ല എനർജറ്റിക്കലി. പിന്നെ നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ലായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മെജോറിറ്റി നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇനി ഡ്രസ്സ്, അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്. ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.